നിങ്ങളുടെ ജീവിതം ശാന്തമാകുകയാണെങ്കിൽ, നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു വിചിത്രമായ, അസാധാരണമായ ശിക്ഷണം വളരുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ ശ്രദ്ധിക്കുക. ഇവ അപകടകരമായ ഒന്നിൻ്റെ സൂചനകളാണെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ സമ്പത്തിലേക്കും അധികാരത്തിലേക്കും നീങ്ങുന്നതിൻ്റെ സൂചനകൾ. കൂടാതെ അദ്ദേഹം ഒരു കർശനമായ നിർദ്ദേശവും നൽകി: ഒരിക്കലും അത് ആരോടും പറയരുത്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്നവർക്ക് സമ്പത്ത് ലഭിക്കില്ല. നിശബ്ദമായി നീങ്ങുന്നവർക്കും തന്ത്രപരമായി ചിന്തിക്കുന്നവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നവർക്കും അത് ലഭിക്കും. ചാണക്യനീതിയിൽ സമ്പന്നരാകാനുള്ള പാത ആകർഷകമല്ല, അത് ഏകാന്തതയും അച്ചടക്കവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതുമാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. എന്നാൽ നിങ്ങൾ നിശബ്ദത പാലിക്കേണ്ട സമയമാണിത്. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ചാണക്യൻ പരാമർശിക്കുന്ന ആദ്യ ലക്ഷണം നിശബ്ദതയാണ്. ഒരു വ്യക്തി ഉയരാൻ തുടങ്ങുമ്പോൾ അവർ സ്വയം വിശദീകരിക്കുന്നത് നിർത്തുന്നു. അവർ ഇനി മറ്റുള്ളവരുടെ അംഗീകാരമോ സ്വീകാര്യതയോ തേടുന്നില്ല. അവരുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയുന്നു. അവർ കൂടുതൽ നിരീക്ഷിക്കുന്നു, കുറച്ച് സംസാരിക്കുന്നു, വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. ഈ നിശബ്ദത ബലഹീനതയല്ല, അത് തന്ത്രമാണ്. രണ്ടാമത്തെ ലക്ഷണം അസ്വസ്ഥതയാണ്. ആശ്വാസം ഒരു മനുഷ്യനെ മനസ്സിലും വിധിയിലും ദരിദ്രനാക്കുമെന്ന് ചാണക്യൻ വിശ്വസിച്ചു. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അസ്വസ്ഥതയും പ്രയാസങ്ങളും സ്വീകരിക്കുമ്പോൾ, ഏതുപോലെ നേരത്തെ എഴുന്നേൽക്കുക, മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുക, മറ്റുള്ളവർ വെറുതെ സമയം ചിലവഴിക്കുമ്പോൾ പഠിക്കുക, ഇതെല്ലാം നിങ്ങൾ സമ്പത്തിനായി രൂപപ്പെടുത്തപ്പെടുന്നു. ഈ ഘട്ടം ഭാരമുള്ളതായി തോന്നുന്നു, പക്ഷേ അത് ആവശ്യമാണ്. അത് ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. വികാര നിയന്ത്രണമാണ് മറ്റൊരു ലക്ഷണം. കോപം, ആഗ്രഹം, ഭയം എന്നിവ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് സമ്പത്ത് അധികകാലം കൈവശം വയ്ക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ വ്യക്തമായി പറഞ്ഞു. ഒരിക്കൽ വൈകാരികമായി പ്രതികരിച്ച സ്ഥാനത്ത് നിങ്ങൾ ശാന്തമായി പ്രതികരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അപകടകരമായ ഒരു അപ്ഗ്രേഡാണ്. അതിനർത്ഥം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രേരണയേക്കാൾ ശക്തമാവുകയാണെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം പദ്ധതികളുടെ രഹസ്യ സ്വഭാവമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തടസ്സങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകി. എല്ലാവരും നിങ്ങൾ ഉയർന്നു വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, ചിലർ നിങ്ങളെ വൈകിപ്പിക്കും, ചിലർ നിശബ്ദമായി നിങ്ങളെ അട്ടിമറിക്കും. നിങ്ങളുടെ പദ്ധതികൾ പറയപ്പെടാതെ രഹസ്യമായി തുടരുമ്പോൾ അവ സംരക്ഷിക്കപ്പെടും. ഒടുവിൽ ചാണക്യൻ പറഞ്ഞു: നിങ്ങളുടെ വരുമാനം മാറുന്നതിന് മുമ്പ് നിങ്ങളുടെ ശീലങ്ങൾ മാറുമ്പോഴാണ് യഥാർത്ഥ സമ്പത്ത് ആരംഭിക്കുന്നത്. സന്തോഷത്തേക്കാൾ സമയത്തിനും പ്രചോദനത്തേക്കാൾ അച്ചടക്കത്തിനും ഹ്രസ്വകാല സന്തോഷത്തേക്കാൾ ദീർഘകാല നേട്ടത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭാവി ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ചാണക്യൻ്റെ അവസാന ഉപദേശം ഓർക്കുക: നിശബ്ദതയിലൂടെ നിങ്ങളുടെ വളർച്ചയെ സംരക്ഷിക്കുക. ഫലങ്ങൾ ശബ്ദമുണ്ടാക്കട്ടെ. ഏറ്റവും സമ്പന്നമായ വിജയങ്ങൾ നിശബ്ദമായി, ശ്രദ്ധയിൽ നിന്ന് വളരെ അകലെയാണ് നിർമ്മിക്കപ്പെടുന്നത്. നിങ്ങൾ ശക്തനാകുകയാണെങ്കിൽ അത് പ്രഖ്യാപിക്കരുത്. നിശബ്ദമായി നീങ്ങുക, പൂർണ്ണമായും വിജയിക്കുക.
ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.